നമസ്കാരം. പതിരും കതിരും. അപ്പുക്കുട്ട, ഓവറാക്കി ചളവാക്കാതടാ പുല്ലേ എന്ന് മഹാദേവൻ പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. ഡോക്ടർ പിരായിരി അപ്പുക്കുട്ടൻ സകലതും ഓവറാക്കി ചളവാക്കി കളഞ്ഞു. വീണ്ടും പിരായിരി എണ്ണുന്നതും ആദ്യത്തെ 13 റൗണ്ട് എണ്ണിത്തീരുമ്പോൾ താൻ ജയിക്കുന്നതും സ്വപ്നം കണ്ടത് വെറുതെയായി. കോൺഗ്രസ്സായി അന്ന് ഉച്ചഭക്ഷണം കഴിച്ച ശേഷം ഇറങ്ങിപ്പോയ സരിനെ പിന്നെ കണ്ടത് AKG സെൻറ്ററിൻ്റെ തിണ്ണയിലായിരുന്നു. അവിടെ നിന്നും അത്താഴവും പഠിച്ചു നക്കി ഗീർവാണങ്ങളുടെ ഏമ്പക്കം വിട്ട് സരിൻ സഖാവ് സരിനായി, ക്രിസ്റ്റൽ ക്ലിയറായി. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിനിടയിൽ പാർട്ടി സരിനെ ആകാശത്തേക്ക് പോക്കിയത് JCBയുടെ തുമ്പിക്കരത്തിൽ വെച്ചായിരുന്നു. പിന്നെ താഴെ ഇറങ്ങാനേ പറ്റിയിട്ടില്ല. കോൺഗ്രസിൽ 3 പേരുടെ ഭരണമാണെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ സരിൻ ഒറ്റയാൻ്റെ കാൽക്കീഴിലെത്തിയപ്പോൾ സമാധാനമായി മോക്ഷം കിട്ടി. രാഹുൽ പെണ്ണുകേസിലും ഗർഭക്കേസിലും പെട്ടതോടെ സരിൻ അങ്ങ് ആഘോഷമായി. അതിജീവിതകളുടെ ചേച്ചിമാർക്കൊപ്പം നിന്ന് പടമെടുക്കലായി പിന്നത്തെ പരിപാടി. അതോടെ ഡോക്ടർ സരിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പാലക്കാട്ടുകാർക്ക് ശരിക്കും പിടികിട്ടി. ഗർഭക്കേസിൽപ്പെട്ടവൻ ഇന്നും അവിടെ നിന്നാൽ ജയിക്കും. പക്ഷേ ആളെ കൂട്ടി കൂവാനിറങ്ങിയ സദാചാരവാദി ഇന്ന് നിന്നാലും നാളെ നിന്നാലും ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ തോൽക്കും. അത് പാർട്ടിക്ക് നന്നായിട്ടറിയാം. രാഷ്ട്രീയത്തിന് മറ്റു ചില മനഃശാസ്ത്രങ്ങൾ കൂടിയുണ്ട്. യാതൊരു ജനകീയതയും അവകാശപ്പെടാനില്ലാതെ സൈബർ പോരുകൊണ്ട് മാത്രം ഒരാൾ നേതാവാകില്ല. ഒരു നേതാവിന് വേണ്ട മെയ്വഴക്കമോ രാഷ്ട്രീയ ബോധ്യമോ ഈ സരിനില്ല. ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യ ആവോളം പൊക്കിപ്പറഞ്ഞതുകൊണ്ട് ആളുകൾക്കത് വലിയ വകവൊപ്പൊന്നുമല്ല. ഒറ്റപ്പാലത്ത് കോൺഗ്രസ് സീറ്റ് കൊടുത്ത് തോറ്റു. മറുകണ്ഠം ചാടി ഒറ്റ ദിവസം കൊണ്ട് CPMലെത്തി മത്സരിച്ചു. പാലക്കാട്ടും തോറ്റു. പിണറായി വിജയൻ കൈപിടിച്ചു പൊക്കി ഏതെങ്കിലും ഒരുത്തൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചരിത്രമുണ്ടോ സരിനെ? ചേലക്കര ഒരു സ്പെഷ്യൽ കേസാണ്. രാധാകൃഷ്ണൻ നിറവും ജാതിയും ഒക്കെ വെറുതെ പറഞ്ഞ് പരാതി പറയാറുണ്ടെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും ഒരു മനുഷ്യനാണ്. നോക്കണേ, കമ്മ്യൂണിസത്തിൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ. അങ്ങോട്ട് ചെല്ലുന്നവരെ എല്ലാം പരീക്ഷിച്ച് ചണ്ടിയാക്കി മാറ്റിവെക്കും. പട്ടിണി കിടന്ന് ചാവാതിരിക്കാൻ എന്തെങ്കിലും ഒരു ജോലിയും കൊടുക്കും. പിന്നെ ജീവിതകാലം മുഴുവനിട്ട് പണിയിക്കും. അത്തരക്കാരെ ഒന്നും പിന്നീടൊരിക്കലും CPM കണ്ട ഭാഗം നടിക്കില്ല. പത്തനംതിട്ടയിലെ കോൺഗ്രസിൻ്റെ മഹാബുദ്ധിജീവിയായിരുന്ന പീലിപ്പോസ് അച്ചായൻ മുതൽ ചെറിയാൻ ഫിലിപ്പും സരിനും KV തോമസും ശോഭന ജോർജും എല്ലാം കമ്മ്യൂണിസത്തിൻ്റെ പരീക്ഷണശാലയിലെ ബലിമൃഗങ്ങളാണ്. മറിച്ച് കോൺഗ്രസിലേക്ക് ചാടിയവർ സുരക്ഷിതരാണ്. ഐഷ പോറ്റിക്ക് അവർ ജയിച്ച സീറ്റുണ്ട്, സന്ദീപിന് സീറ്റുണ്ട്, നാളെ PK ശശിക്കും കിട്ടിയേക്കും. അതാണ് കോൺഗ്രസ്. വരുന്നവരെ സുരക്ഷിത മണ്ഡലത്തിൽ തന്നെ നിർത്തി ജയിപ്പിക്കുക എന്നത് കാലുമാറുകൾക്ക് അവർ എത്രമാത്രം പരിഗണന നൽകുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇന്ന് രാവിലെ വരെ സരിൻ കമ്മിയാണ്. ഉച്ചയൂണ് വരെയും കമ്മി ഊണിസ്റ്റായിരിക്കും. വൈകിട്ടത്തെ കാര്യം പ്രവചിക്കാനേ ആർക്കുമാകില്ല. ഒരുപക്ഷേ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ടാകും. പിണറായി വിജയനെ ബലാത്സംഗ വകുപ്പിൻ്റെ ക്യാപ്റ്റനാക്കി പോസ്റ്റിട്ട ശേഷമായിരുന്നു ആ പാതാരവിന്ദത്തിൽ ഈ സരിൻ പോയി അഭയം തേടിയത്. വീണ്ടും മുഴുത്ത തെറിയും പറഞ്ഞ് BJPയിലേക്ക് ചാടുമോ എന്ന് ഉറപ്പില്ല. ഭർത്താവ് കമ്മിയായി പരിണമിച്ചതോടെ മുൻകോപക്കാരിയായ കളത്രത്തിനും ജോലിഭാരം കൂടി. മുള്ളും മുനയും വെച്ച് കോൺഗ്രസ്സുകാരെ ചൊറിയാൻ തുടങ്ങി. അന്തമായി മാറിയ ശേഷം പിന്നീടുള്ള ഓരോ ദിവസവും സരിൻ ചിട്ടയായ പരാജയത്തിലേക്കും പരിഹാസത്തിലേക്കും വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു ചാനൽ ചർച്ചയിലോ സംവാദത്തിലോ ഈ മനുഷ്യനെ കൊണ്ടിരുത്തിയാൽ ഇയാളുടെ ചമ്മി വിളറിയ മുഖമായിരിക്കും നമുക്ക് കാണാൻ കിട്ടുക. എന്തിനേറെ, അന്തംകമ്മി ജനുസിൻ്റെ ചാവേറായ അരുൺകുമാറിനും തോൽക്കിനും പൂമരനും ഷംസീറിനും വരെ സീറ്റില്ല. വോട്ടെണ്ണുന്നതിൻ്റെ തലേന്ന് തന്നെ തോൽക്കുന്നവരെ തിരിച്ചറിയാനുള്ള അപാര ബുദ്ധിയൊക്കെ ഇപ്പോഴീ പാർട്ടിക്ക് ആയിട്ടുണ്ട്. തനിക്ക് സീറ്റില്ല എന്നറിഞ്ഞ് സന്തോഷിക്കുന്നത് ഒരർത്ഥത്തിൽ തോൽക്കും സ്വരാജ്യം മാത്രമായിരിക്കും. സഭാനാഥനായ പെടലിഗുരുക്കൾ പോകുന്ന പോക്കിലും ആ പാവം വീണാ ജോർജിന് നൽകിയ അടിയന്തര ചികിത്സ ഭീകരമായിരുന്നു. സത്യത്തിൽ സരിൻ എന്ന വാക്കിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നിറമോ മണമോ ഇല്ലാത്തതും അതിതീവ്രമായ ജൈവിക നശീകരണ ശേഷിയുള്ളതുമായ ഒരായുധം കൂടിയാണത്. കൂട്ടനശീകരണ ആയുധമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഇതിനെ കാണുന്നത്. നശീകരണ പ്രവണതയൊന്നുമില്ലെങ്കിലും പിരായിരി സരിനും വേറൊരു ഗുണമുണ്ട്. മണമോ ഗുണമോ ഇല്ലാത്തതും വകയ്ക്ക് കൊള്ളാത്തതുമായ ഒരു പാവമാണത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ചയിൽ അഭിരമിച്ച് നടക്കുകയാണ് പുള്ളി ഇപ്പോഴും. ഷാഫിക്കും സതീഷിനും രാഹുലിനുമെതിരെ പുലഭ്യം പറയാൻ പാർട്ടിക്ക് ഒരാളെ കിട്ടിയതാണ് അവരുടെ സന്തോഷം. പിണറായി തന്ന 80,000 ജീവനാംശം 3 മാസം കൂടിയേ കിട്ടൂ സരിനെ. അതിനുശേഷം വിദേശത്തോ മറ്റോ എന്തെങ്കിലും തൊഴിൽ തേടേണ്ടി വരും. DYFയുടെ നേതാക്കളുമായി ഒറ്റപ്പാത്രത്തിലുണ്ട് പാലക്കാട്ട് നടന്ന് വിലസിയ സരിൻ തോറ്റ ശേഷം M സ്വരാജിനെ വിജയിപ്പിക്കാനായി നിലമ്പൂരിലേക്ക് പോയ കാഴ്ച ഒന്ന് കാണേണ്ടതായിരുന്നു.
ഇനി ഒരുപക്ഷെ പ്രചാരണത്തിൻ്റെ മുഴുവൻ ചുമതലയും സരിനെ ഏൽപ്പിക്കാനായിരിക്കുമോ സീറ്റ് നിഷേധിച്ച് റിസർവ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്.